മനുഷ്യ മനസ്സുകളിൽ ഏറ്റവും അധികം വേണ്ടത് ഉറപ്പും ധൈര്യവുമാണ്. ഉറപ്പും ധൈര്യവും ഇല്ലാത്ത ധാരാളം ആൾക്കാരെ നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിന്റെ പരാജയം ഒന്നിലും അവർക്കൊരു ഉറപ്പില്ല, അവർക്കൊരു ധൈര്യമില്ല. ധൈര്യമില്ലാത്തതുകൊണ്ട് പരാജയമേ അവർക്ക് പറയാനുള്ളൂ. അവരാരോട് സംസാരിച്ചാലും പരാജയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ വേദപുസ്തകം തരുന്ന ഒരു ആത്മീക സന്ദേശമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ സർവശക്തനായ ദൈവം യോശുവയോട് സംസാരിക്കുക. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. യോശുവയ്ക്ക് ദൈവം ഉറപ്പ് കൊടുക്കുക, നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. വേറൊരു ഭാഗത്ത് യോശുവയ്ക്ക് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. എത്ര വലിയ ശക്തികൾ നിനക്ക് മുമ്പിൽ വന്നാലും അത് നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടത്തില്ല. കാരണം അത്ര ഉറപ്പാ ദൈവത്തിൽ. ഒരു ദൈവ പൈതലിന് ഏറ്റവും അധികം വേണ്ടത് ആഴമേറിയൊരു ഉറപ്പാണ്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ്, ദൈവം എന്റെ ലൈഫിൽ അത്ഭുതം ചെയ്യുമെന്നുള്ള ഉറപ്പ്. ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, ആ ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടോ? ആരുടെയൊക്കെയോ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയ ചില കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുക, പക്ഷെ ദൈവം അത് ചെയ്യുമെന്നുള്ള ഉറപ്പ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ അകത്തുണ്ടാകണം. മോശയുടെ മരണശേഷം യോശുവയെ വലിയൊരു ദൗത്യം ദൈവം ഭരമേൽപ്പിക്കുക. ഇനിയും ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകണം. വാഗ്ദത്ത നാട് അവർക്ക് വിഭജിച്ചു കൊടുക്കണം. പക്ഷെ അതിന് വേണ്ടത് ഉറപ്പും ധൈര്യവുമാണ്. ധൈര്യം ചോർന്നു പോകുന്ന ചിലരോട്, ഉറപ്പ് നഷ്ടപ്പെട്ട ചിലരോട് ദൈവം സംസാരിക്കുക. നിന്നെ കൊണ്ട് വലിയത് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നിന്നെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യിക്കാൻ പോവാം. ആ ഉറപ്പും ധൈര്യവും നമുക്ക് ഏറ്റെടുക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഉറപ്പും ധൈര്യവും ഏറ്റെടുക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. അവരെ ധൈര്യപ്പെടുത്തണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വർധനവിനാൽ അവർ വർദ്ധിക്കപ്പെടട്ടെ, നിറവിനാൽ അവർ നിറയ്ക്കപ്പെടട്ടെ, അനുഗ്രഹത്താൽ അനുഗ്രഹമാക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ദൈവം നിന്റെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.